നമസ്കാരം. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ 5 കടന്നിരിക്കുന്നു. പ്രദേശത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം കണ്ടെത്തുകയും ജീവനോടെ പുറത്തെത്തിക്കാനായുള്ള ശ്രമം നടക്കുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേന NDRFന്റെ 2 സംഘങ്ങളാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആകെ 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കള്ളാടി മീനാക്ഷി എസ്റ്റേറ്റിൽ താമസിക്കുന്ന 21 കുടുംബങ്ങളെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നിലവിൽ 66 പേരെയാണ് ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. അപകടത്തിൽ എത്ര പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അധികൃതർ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾ മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ പ്രദേശത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 2 സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. 70 രക്ഷാപ്രവർത്തകർ അടങ്ങുന്ന സംഘമുണ്ട്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ എത്രയും വേഗം കണ്ടെത്താനും അവരെ ജീവനോടെ പുറത്തെത്തിക്കാനുമാണ് രക്ഷാപ്രവർത്തകർ പരമാവധി ശ്രമിക്കുന്നത്. തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുന്നതിനും ഫലപ്രദമാക്കുന്നതിനുമായി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച 2 കെടാവർ നായ്ക്കളെയും പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മണ്ണിനടിയിലെ ജീവന സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന അത്യാധുനിക മൂവ്മെന്റ് ലൊക്കേറ്റിംഗ് ക്യാമറകളും രക്ഷാപ്രവർത്തകർ തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിനടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങളോ അനക്കങ്ങളോ ഈ അത്യാധുനിക ക്യാമറകളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും മണ്ണ് നീക്കി ആളുകളെ പരിക്കേൽക്കാതെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനാണ് NDRF സംഘം ശ്രമിക്കുന്നത്. ദുരന്ത സ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുന്നതിനായി NDRF ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥ സംഘവും കള്ളാടിയിലേക്ക് തിരിച്ചു. കനത്ത മണ്ണൊലിപ്പിൽ പൂർണ്ണമായും തടസ്സപ്പെട്ട ഗതാഗതവും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനായി മീനാക്ഷി പാലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന 10 കണക്കിന് മണ്ണ് രാത്രിയോടെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് NDRF നൽകുന്ന സൂചന. എന്തായാലും തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. കനത്ത മഴ കാരണം നിർമ്മാണ ജോലികൾ ഇന്നലെ നിർത്തിവെച്ചിരുന്നു. പ്രദേശത്തുണ്ടായിരുന്നവരാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങി. അഗ്നിരക്ഷാസേന അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദുരന്ത നിവാരണ സേനാംഗങ്ങളുണ്ട്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പുലർച്ചെയും ഈ മേഖലയിൽ കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. എന്നാലും വയനാട്ടിൽ നിന്നും അതീവ ദാരുണമായ വാർത്തകൾ തന്നെയാണ് വരുന്നത്. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ. 9 പേരെ സംഭവ സ്ഥലത്തു നിന്ന് രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരാളുടെ നില ഗുരുതരമായിരുന്നു, എന്നാൽ അതിപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിരവധി ആളുകളാണ് വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മാറി ഓടി. ഇതൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഭീകരമായ സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മണ്ണ് കൂട്ടിയിട്ടത് മാറ്റണമെന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. കൊങ്കൺ റെയിൽവേ കമ്പനി അത് അനുസരിച്ചില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന കാര്യത്തിലും കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട്.